വൃത്തിയാക്കാതെ നമ്മൾ ഈ വണ്ടിയും കൊണ്ട് റോട്ടിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ ബാക്കിൽ നിന്ന് പുറത്തൊക്കെ ഒരുപാട് പൊടി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പം സന്തോഷമായി വൃത്തിയായിട്ട് അത് തൂത്തെടുക്കുന്നുണ്ട്. പൊടിയെല്ലാം കളഞ്ഞിട്ട് മാത്രമേ നമ്മളിനി ഇവിടുന്ന് യാത്ര തുടങ്ങത്തുള്ളൂ. ഇതൊക്കെയാണ് ഡ്രൈവർമാരുടെ ജീവിതം. അതെ, കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഇത് തോന്നും, പട്ടത്തിൽ പിടിക്കും, നീളത്തിൽ പോകുന്ന അതെ, അങ്ങനെയൊക്കെയാണ് ചിന്താഗതി. ഓരോ കഷ്ടപ്പാടുകളുണ്ട്. ഇന്നലെ പാലും മൊത്തം വെയിലുമുണ്ട്, ചൂടുമുണ്ട്, ഓരോ കൂടാക്കം നിന്ന് നമ്മൾ ഉറക്കമൊഴിച്ച് ഇന്ന് ഇവിടെ എത്തി. വണ്ടിയൊക്കെ ഇറങ്ങി വരുന്നതൊക്കെ കണ്ടിട്ട് അതെ, എത്ര റിസ്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഓടി ഇറങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ വഴിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അതെ, കണക്കിലൊക്കെ ഒരു കുടുംബം അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. അതെ, മാത്രമല്ല എല്ലാ ഡ്രൈവറും എല്ലാ ജോലിക്കും ഇപ്പൊ തടിവണ്ടി മാത്രമല്ല, ഓരോ ലോറിയുടെ ഓരോ ഡ്രൈവർമാരും ഓരോ രീതിയിലുള്ള ഓരോ കഷ്ടപ്പാടുകൾ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമ്മുടെ തടിവണ്ടിയിലെ വീഡിയോ 2ാം ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ തടിജോറിയിലെ ജീവിതം. ഡ്രൈവറുടെയും പിന്നെ ലോഡിങ്ങുകാരുടെയൊക്കെ ജീവിതം ഇതൊക്കെയാണ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ അത് കാണിച്ചു എന്ന് വിശ്വസിക്കുന്നു. സപ്പോർട്ട് ചെയ്യാൻ കാണാം. സപ്പോർട്ട് എനിക്ക് വളരെ അത്യാവശ്യമാണ് മുന്നോട്ടുള്ള യാത്രകളിൽ. കാരണം നമുക്ക് ടീമൊന്നുമില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറ്റുന്ന പോലെ എല്ലാ വീഡിയോകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയ വീഡിയോയിൽ, പുതിയ വണ്ടിയിൽ, പുതിയ സുഹൃത്തുക്കളുമായിട്ട്, പുതിയ യാത്രകളിലൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഉറപ്പായിട്ടും കാണാം. ഇനിയും വരും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാനും വിളിക്കുക ഇടയ്ക്ക്. സന്തോഷമായി.